ഞങ്ങളിടത്തും പോണില്ല, നമ്മൾ ട്രിപ്പ് പോവാണ്. ഞങ്ങൾ അവരോട് പഠിക്കാനൊന്നും പോണില്ല, ഞങ്ങൾ ട്രിപ്പ് പോവാണ്. ഇതിൽ എൻജോയ്മെന്റ് ആണ്. ഇനി എത്രയെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോണത്. ഇവരെല്ലാരും ദുബായ് വരെ പോയിട്ടുണ്ട്. ഇത് ആനിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. എനിക്ക് നമ്മൾ എവിടെ പോകുന്നു? സർപ്രൈസ് പോകുന്ന വഴി കാണാം. ഞങ്ങൾ പഠിക്കാന്നല്ല, അടിച്ചു പൊളിക്കാനാണ് പോകുന്നത്. വീഡിയോ ഒക്കെ എനിക്ക് ത്രില്ലായിരിക്കും. ഓരോ മാസം ഓരോ കൺട്രി, അങ്ങനെയല്ല 5 മാസത്തിന് ഒരു കൺട്രി വെച്ച് ഞങ്ങൾ പോകുന്നതായിരിക്കും. 5 മാസത്തിന് ഒരു കൺട്രിയാ, 2 മാസത്തിന് 4 കൺട്രി. ഇനി ഫുള്ള് ഇന്റർനാഷണൽ ട്രിപ്പാണ് ഗൈസ്. ഇനി മൂന്നാർ വയനാട് ഒന്നല്ല. വിഷമമുണ്ട്. നോർമലി നമ്മൾ അച്ഛന്മാരൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ അവിടെ നിന്ന് ടാറ്റു കൊടുക്കുക, വീഡിയോ എടുക്കും. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ ഞങ്ങളെ വീഡിയോ എടുക്കാൻ കാര്യമില്ല. അനാഥങ്ക പസങ്കടാ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് പോയാ എയർപോർട്ടിൽ 100 രൂപ എടുക്കണമെന്ന് പറഞ്ഞ വണ്ടി എടുത്തിട്ട് ഗൈസ് നമ്മളങ്ങനെ മണി എക്സ്ചേഞ്ച് ചെയ്ത് കറൻസി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഡോളേഴ്സ് ആണ് കൊണ്ടുവന്നത്. മലേഷ്യൻ സാധനം കിട്ടിയില്ല. മലേഷ്യയിലെ സാധനം എന്താണെന്നറിയാമോ? അങ്ങനെ എന്തോ സാധനമാണ്. അമ്മയുടെ ഫണ്ണറിയാം. അമ്മ പറഞ്ഞ് ആരും ഫ്ലൈറ്റിൽ ബാത്റൂമിൽ പോകുമ്പോൾ സൂക്ഷിക്കണേ, അവള് ചിലപ്പോൾ അകത്ത് പെട്ടുപോകും. എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഞാൻ ഇന്നേ വരെ എത്ര മണിക്കൂറുണ്ട് ട്രാവല്? 4.5 മണിക്കൂർ. ഞാൻ 3 മണിക്കൂറൊക്കെ ഫ്ലൈറ്റിൽ 4.5 മണിക്കൂർ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ടാണ് എന്റെ അമ്മ പറഞ്ഞത് മോളെ വാഷ്റൂമിലൊക്കെ പോകുമ്പോ നോക്കി വേണം പോകാൻ. മണി എക്സ്ചേഞ്ച് ചെയ്ത് അവിടുത്തെ സിം എല്ലാം എടുത്ത് എല്ലാം സെറ്റ് ആണ്. അവിടെ പോയിട്ട് എടുക്കാൻ നല്ല പൈസ. അല്ല, അവിടെ പോയിട്ട് ബബ്ബ അടിക്കുന്നതിനെ കട്ടി വിടുന്ന നൈസായിട്ട്. അയാൾക്ക് തറവാട്ട് വീടുള്ളപോലെ ഡൊമസ്റ്റിക്കിൽ വന്നാലും ഇന്റർനാഷണൽ വന്നാലും ജാം. തിരുവനന്തപുരത്ത് എപ്പോഴൊക്കെ ഫ്ലൈറ്റിൽ പോയിട്ട് ഇവിടെ കയറിയിട്ടേ പോകുള്ളൂ. എന്തെങ്കിലും മാച്ച് കഴിച്ചിട്ട് വേണം പോകാൻ. ഫുഡ് കഴിച്ചിട്ട് പോവാം. ജാം ജാം കൃഷ്ണതീരം. അവിടുന്ന് ഡൽഹിയിൽ ഇപ്പൊ ചോർ ബസാർ 15 രൂപ. മുറുക്കാന് വേറെ സാധനം പറയാം. കൂടുതലൊന്നും പറയാൻ മുറുക്കാന്റെ വേറെ സാധനം നാളെ വീട്ടിൽ നടക്കും. അവളെ എനിക്കൂടെ വേറെ ഉണ്ടോ? ഇത് അഭിചേട്ടന്റെ തന്നെ കേരള ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ജാമിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. ഇത് അവരെ കടയിൽ ഇതെല്ലാം ഹാൻഡ് മെയ്ഡിൽ ചെയ്ത സാധനമാണ്. 2 ആന. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. നമ്മൾ 4 മണിക്കൂറിന് ശേഷം മലേഷ്യ എത്താം. എനിക്ക് മൂത്രം മുട്ടുന്നു. ഞാൻ കുറെ സമയത്ത് ആഗ്രഹിക്കുകയാണ് ഫ്ലൈറ്റിൽ കയറി ഒഴിക്കാണ്. ഒരു ഭൂകമ്പ സൗണ്ട് കേൾക്കും. ഞാൻ പോയിട്ടില്ല, പക്ഷെ എനിക്ക് പേടി. എക്സ്പീരിയൻസ് നൈസ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കയറാൻ പോണത്. ഒരേപോലെ അല്ല, ഫ്ലൈറ്റ് ഒരുപോലെ തന്നെ. ഇനി വീഡിയോ കാണുമ്പോൾ കത്തിയാ മതി. ഫ്ലൈറ്റ് പൊങ്ങാൻ പോകുന്നു. പൊങ്ങാൻ പോണിപ്പം. നമുക്ക് കാത് വേനിക്കണം. അതിന്റെ സ്നേഹം നോക്ക്. വീഡിയോ കട്ട്. ഇവളുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ പറ്റാ. എനിക്ക് കുറച്ച് നേരത്തെ മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോകുമ്പോൾ ഇവള് സൈഡ് സീറ്റ് കഴിക്കാനാണ് ഇവളുടെ പ്ലാൻ. ഗൈസ് നമ്മള് പ്ലെയിൻ ഡൈനിങ് ആണ്. വിശന്നിട്ട് വയ്യ. എന്തോ ഒരു സാധനം ഓർഡർ ചെയ്ത്, മലേഷ്യൻ സാധനമാണെന്ന് തോന്നുന്നു. ഇത് മറ്റേ രാമൻ പോലെ ഇരിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് രാമൻ മേടിച്ചത്. നിനക്ക് വേണ്ടിയാണ് രാമൻ മേടിച്ചത്. നല്ല മണമുണ്ട്. ഇവിടെ സൂപ്പർ സാധനങ്ങളാണ്. നല്ല സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ വെള്ളം കൊള്ളാം. ഇങ്ങനെയൊന്നും അല്ലടാ. പോലെ ഇരിക്കുന്നു. ഭയങ്കര ചൂട്. നാട്ടിൽ പൊള്ളിപ്പോയി. നമ്മള് അത് മാത്രമല്ല, ഏതോ ഒരു ലാലേട്ടരുന്നു കട്ട കോഫി കുടിക്കുന്നില്ല, അതുപോലെ ഇരിക്കുന്നു. ഇത് കുടിക്കുമ്പോ കൊള്ളാം, പക്ഷെ കുടിച്ചതിന് ശേഷം കഴിക്കണം.
$10 കല്ല്. വെറുത്ത് ഇനി വാങ്ങിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ മലേഷ്യ പഠിച്ചു. ചക്ക അങ്ങനെ എന്താ അറിയാമോ, സീറ്റിന്റെ അടിയിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. അവ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അറിയാതെയാണ് തിന്നണത്. ഇവരെന്ന് പറയുന്നത് എവിടെ പോയാലും ഇപ്പൊ അവിടത്തെ ഫുഡ് ട്രൈ ചെയ്യത്തില്ല. ഞാനൊക്കെ മുംബൈയിൽ പോയിട്ട് മറ്റേ സാധനങ്ങൾ കഴിച്ച് 2 ദിവസം ബാത്റൂമിൽ ഇരുന്നു. നമ്മളിപ്പോ മഞ്ഞിന്റെ മുകളിൽ നിൽക്കുന്നു. നമ്മളെത്തി. എന്ത് നല്ല ഭംഗി സിറ്റി കാണാൻ. ഞാൻ പറഞ്ഞ ആഗ്രഹം സാധിച്ചു. ഞാൻ തന്നെ ഫസ്റ്റ് പോയി മൂത്രം ഒഴിച്ചു. ഓക്കെ, മലേഷ്യയിൽ വന്നിട്ട് ആദ്യം ആര് പോകണം നോക്കാം. വെൽക്കം ടു മലേഷ്യ. അമ്മച്ചിയാ നമ്മുടെ ഗൈഡ്. വെൽക്കം ടു മലേഷ്യ. എത്ര വയസ്സായ അമ്മച്ചിയുടെ പവറും വീര്യം ഇപ്പോഴും. പറഞ്ഞ അമ്മച്ചി എന്ന് ആന്റി. ഞങ്ങൾ കൈലി ട്രെയിൽസ് വഴിയാണ് വന്നത്. ഈ പാക്കേജ് എടുത്തേക്കുന്നത് ആന്റി എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കാറിലായിരിക്കും നമ്മൾ ഫുൾ ട്രിപ്പ്. മലേഷ്യ ഫുള്ള് പച്ചപ്പാണ്. പച്ചപ്പാണ്. എനിക്ക് ക്ലൈമറ്റ് ഇഷ്ടപ്പെട്ടു. വീഡിയോ കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. വീഡിയോ അവിടെ നിന്ന് ഭംഗിയുള്ള സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. അത്രയ്ക്ക് ഭംഗി. ആദ്യമായിട്ടുള്ള ഒരു സ്ഥലത്തെ പറഞ്ഞു. ശരിയാണ്. ഇത് ഇവിടുത്തെ മലേഷ്യൻ ഫുഡാണ്. നമ്മൾ ഫസ്റ്റ് വന്ന പാടേ മലേഷ്യൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ ട്രാവൽ കഴിഞ്ഞ് നമ്മളൊരു മലയാളി റെസ്റ്റോറന്റിൽ എത്തി. വന്നപ്പോഴാണ് അറിഞ്ഞത് മലയാളി. ഇങ്ങോട്ട് മലയാളിയായിരുന്നോ? സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ ഒരു സമാധാനമായ നമ്മുടെ ഹോട്ടൽ കണ്ട. എന്തിനാ അവിടെ നോക്കുന്ന ഹോട്ടലിൽ ഇത് അത് നമ്മുടെ ഹോട്ടലിന്റെ ഷെറാട്ടൺ. ചെക്കിൻ ചെയ്യാൻ സമയം. ബംഗാള ഹോട്ടൽ. അത് നിറയെ ചങ്ക്സ് അല്ല, ഹോട്ടൽ. ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ തന്നെ 1/2 മണിക്കൂർ. അത്രയ്ക്ക് ആൾക്കാർ, നല്ല നല്ല ആൾക്കാർ. സംഭവം മറ്റേ ഇവിടത്തെ വലിയൊരു ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ വ്യൂ ഉള്ള ഒരു ഹോട്ടൽ താണെന്ന് തോന്നുന്നു. മലേഷ്യയിൽ നിൽക്കണോ അല്ല യൂറോപ്പിൽ നിൽക്കണം. വന്ന എല്ലാ യൂറോപ്യൻസ് എന്റെ ഡ്രസ്സിന്റെ ഇവിടെ പിടിച്ചിരുന്നില്ല. പയ്യന്മാരെ പോലെ ഡ്രസ് മാറ്റിക്കൊള്ളതല്ല. അത് തന്നെ നമ്മൾ ഇനി ഇവിടെ ഡീസന്റ് ആയിട്ടായിരിക്കും ഡ്രസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ടോപ്പ് ലെവൽ. കുളം. അവരിതോടെ തുറക്കണം. നോക്കറാ. പക്ഷെ അവര് പറഞ്ഞ് വീട്ടില് ചെളിയാക്കിയ 200 RM കൊടുക്കണമെന്ന്. അപ്പുറത്തെ വേറെ ഏതോ ബിൽഡിങ്ങിന്റെ പൂളൊക്കെ ഇരിക്കുന്നത്. ആരും അവിടെ ഇരിക്കണത് കണ്ണാടി എടുത്തോണ്ട് കണ്ണാടി എടുത്ത് കേട്ടോ. നല്ല വ്യൂ കിട്ടും. 51 ഫ്ലോറിൽ പോയിട്ട് 51 ഫ്ലോർ ഉണ്ട് ഇവിടെ. ഇല്ല, നമുക്ക് റെഡിയൊക്കെ ആയിട്ട് പയ്യെ പോവാം. 6 മണിക്ക് ഇറങ്ങണം. അതിനകത്ത് മുകളിൽ പോകുന്നു, കാണുന്നു. 4 ദിവസം ഇവിടെ തന്നെ. സിമ്പിൾ ആയിരിക്കും. മലേഷ്യയിലുള്ള നമ്പർ 1 തോന്നുന്നു. അടുത്ത ഇതുപോലത്തെ സ്ഥലത്ത് പോവാം നമുക്ക്. എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം? ഞാൻ ഒരുമാതിരി ടൂർ കേട്ടപ്പോലെ ബാഗ് കേട്ടിട്ട് വന്നു. ഞാനോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇടുന്ന കാണുന്നത്.
ഞാൻ ഇത്രയും ഓക്കെ താഴെ പോകുമ്പോ ഇത് ഫുട്ബോൾ കളിക്കാനോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തിനാണ് ഇപ്പൊ മലേഷ്യ വന്നത്? ഗൈസ് വെറും 30,000 രൂപയ്ക്കാണ് ഇപ്പൊ മലേഷ്യ വരാൻ പറ്റുന്നത്. അത് ഞങ്ങൾക്ക് ഇപ്പൊ ഇത്ര ചെയ്തെന്ന കൈരളി ട്രേഡ്സ്. ഗൈസ് അവരാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡിംഗ് ട്രാവൽ ഏജൻസി. ഇതെല്ലാം മലേഷ്യയിൽ ഫുൾ സെറ്റ് ആക്കി കൊടുക്കും. ഞങ്ങൾ വന്ന പാക്കേജ് 4 ദിവസമാണ് ഗൈസ്. ഞങ്ങൾ 4 ദിവസം അടിച്ച് പൊളിക്കും. അപ്പൊ ഗൈസ് ഇവിടെ വരുന്ന ഒരു കൈരളി ട്രേഡ്സ് ബുക്ക് ചെയ്യുക. കിഡിലായിട്ട് അറിയാം, ഒരു രക്ഷയില്ല. നിങ്ങൾ അടുത്തുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ മനസ്സിലാവും, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടുത്തെ ഗൈഡൊക്കെ നമ്മുടെ ചങ്ക് ആയില്ലേ ഫുള്ളായിട്ട്. നമ്മള് ഇത് മറ്റേ ചിലര് പഠിക്കാൻ വേണ്ടി പുറത്തു പോകുമ്പോ കോസ്റ്റ്യൂം നാട്ടിൽ വരുമ്പോ നമ്മൾ ഭയങ്കര പക്കാ ഡീസന്റ് ആയിരിക്കാം. വെളിയിൽ പോകുമ്പോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിന്റെ കൾച്ചർ നമ്മൾ കാണിക്കാം. നീ ആദ്യമായിട്ട് വെളിയിൽ പോണേ. ഞങ്ങൾ കോസ്റ്റ്യൂം ഏകദേശം സമയമായി. ഇപ്പോഴും ഇന്ത്യ സമയം പോണം. ഫോട്ടോ എടുക്കാൻ പോണേ പോലെ നിൽക്കും. മലേഷ്യയിൽ ആധാറല്ല, 10ാമത്തെ ഫോറിൽ നിൽക്കുന്നു. ഇപ്പൊ ജീൽ പ്രൊബേർ പറഞ്ഞെടുത്തു. ലിഫ്റ്റ് പോകുമ്പോ തല ഇറങ്ങണം. ഇവിടെ ചക്ക നല്ലതാണ്. ഇതൊക്കെ ടേസ്റ്റി ഉണ്ട്. നോക്ക് സൈഡൊക്കെ നോക്ക്, ആ സൈഡ് നോക്ക്. പൈസ വേണോ? പൈസ എടുത്തില്ലേ? എന്റെലുണ്ട്. ഇവിടെ ആരും ഒന്നും പറയില്ലല്ലോ. എന്തായാലും ഇവിടെ മലയാളീസ് കുറവായിരിക്കും. അത് എന്നെ അറിയുന്ന അതേക്കാളും കുറവായിരിക്കും. ശരിയാണ്. ഇതിന് ട്രൈ ചെയ്യണ്ടേ? നിങ്ങൾ ഇങ്ങനെ നടന്നു പോയാ നോക്ക്, ഫ്രൂട്ട്സ് അടിച്ചാല് അത് ബെറ്റർ ഐഡിയ. എന്ത് വേണം? മാങ്ങ വേണമായിരുന്നു 1 കിലോ. മാങ്ങ എടുക്ക്. മേടിച്ചാ ഞങ്ങള് മാങ്ങയാ പറഞ്ഞു. എടുക്കണം. എന്നാ സ്വന്ന മനസ്സിലായോ നാട്ടിലുള്ളത് പോലത്തെ ടേസ്റ്റ്. വേണം. പിന്നാടി പ്രശ്നമായി. എനിക്ക് അവിടുത്തെ നല്ല കൾച്ചറൽ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് വേണ്ട. ഇല്ല, നമുക്ക് കുറച്ച് ഇതൊക്കെ ഞാൻ മറ്റേ കൊറിയൻ സീരീസ് കണ്ടിട്ട് തിന്നോക്കിയാല് അത് മാത്രം നണ്ട് ബോയിൽ ചെയ്തോ, നണ്ട് അവിക്കുന്നില്ലേ? ഞാൻ അവരെ മക്കളെ പോലെ നടന്നു പോകണം. അവരെ കൂടെ നടന്നു പോകണിങ്ങനെ വിളിച്ചു പോവായിരുന്നു. ആ സ്ട്രീറ്റിന്റെ മുകളിൽ തന്നെ അവര് താമസിക്കണോ? എന്ത് നല്ല വ്യൂ. ഒരു കാര്യം ചോദിക്കട്ടാ, ഈ സ്ട്രീറ്റിന്റെ പേര് പറ. സ്ട്രീറ്റിന്റെ പേര് പറ. സ്ട്രീറ്റിന്റെ പേര് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഹലോ സ്ട്രീറ്റ്. ഹലോ നേരത്തെ ആന്റി നടന്നു പോയപ്പോ ഒരു പെണ്ണ് അല്ല, അവരുടെ ഭാഷയിൽ അത് വേറെന്തോ ആണ്. അവരെന്തോ സംസാരിക്കുന്നു കാര്യമായിട്ട് അങ്ങനെ എടുത്ത്. വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞ വെജ്, കുറച്ച് വെജിന്റെ കാണിച്ചു. ഞാൻ പറഞ്ഞ വയർ ഫില്ലാണ് ഓൾറെഡി. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലം വന്നാൽ വിഷയമായിരിക്കും. നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ ഇത്ര കൾച്ചർ പരമായിട്ടുള്ള ഇല്ലാത്തോളല്ലേ. കേരളത്തെ ബെസ്റ്റ്. പക്ഷേ അതിന്റെ ഒരു 10 ഇരട്ടി ഇല്ല ഇവിടെ. 10 ഇരട്ടി കൂടുതൽ ബാക്കി ആരും പറയും കൊള്ളാം കഴിക്കാൻ. പക്ഷെ ഇത് ഇന്ത്യയിൽ മുംബൈ അതുപോലെ സ്ഥലത്തൊക്കെ ഉണ്ട്. വിശ്വസിച്ച് ഓരോരോ കാര്യങ്ങൾ കഴിക്കാൻ പറയുന്നത്. ലൈവ് ഷോ അങ്ങനെ പാടാൻ പോകുന്നു. കൂടെ പാടും അവന്. കഴിവുള്ളവരെ കഴിവേറെയാക്കി. സോങ് പാടുക വെച്ചാൽ എല്ലാ സോങ്ങും പാടുമെന്ന്. മലയാളം പാടും അടി കിട്ടും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ചക്കയാന്ന് തോന്നുന്നു. നോക്കി ഷേപ്പ് വേറെ സൈസും. കസ്റ്റർഡ് ആപ്പിൾ ഇല്ലേ? കസ്റ്റർഡ് ആപ്പിൾ അതിന്റെ വലുതായത്. കസ്റ്റർഡ് ആപ്പിൾ ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. കമന്റ് ഇടാതെ ആരും. ഫ്ലൈറ്റ് നമ്പർ 146 എയർ ഹോസ്റ്റൽ ആണ് പോകുന്നത്. എയർ ഹോസ്റ്റസ് പോകണം. അപ്പൊ ആനി സാറാ മോഡലാ. ഇവിടെ 7:20. ഞാൻ വിചാരിച്ചല്ല 6 മണി 6:30 ആയിക്കോണമെന്ന്. ലൈറ്റ് കണ്ട ഇപ്പൊ ഇങ്ങനെ വെറുതെ അല്ലേ. രാവിലെ ഇല്ലേ, രാവിലെ ഫ്ലൈറ്റ് ഇരുന്നപ്പോ പെട്ടെന്ന് 4:30 ആയിരുന്നേ. എന്നിട്ട് ഞാൻ കണ്ണടച്ച് തുറന്നപ്പോ 7:30 ആയി. അത് ഇന്ത്യൻ ടൈമിൽ നിന്ന് മലേഷ്യ ടൈം ആയത് ആൻകുട്ടി അറിഞ്ഞില്ല.
നമ്മൾ സ്ട്രീറ്റ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് അടുത്ത് നമ്മൾ എവിടെ പോകാൻ പോണാനി അടുത്ത മറ്റേ ടവറിൽ ടവർ ബിൽഡിംഗ്. ഏത് ടവർ ബിൽഡിംഗ്? ട്വിൻ ടവർ ബിൽഡിംഗ്. അവിടെ കൂടെ പോയിട്ട് ഒരു ഫോട്ടോ അങ്ങ് കാച്ചിട്ട് വീട്ടിൽ പോകണം. ടാറ്റ ഹൈ പോവാം. ഹോട്ടൽ ടാറ്റ ഹൈ. അങ്ങനെ നമ്മള് ട്വിൻ ടവറിന്റെ ബാക്കിൽ വന്നപ്പോ ഇവിടെ മറ്റേ വാട്ടർ പാർക്ക് നോക്ക് ഗൈസ്. ലൈറ്റ് വാട്ടർ ലൈറ്റ് ഞാൻ ഇന്നേ വരെ ഈ സാധനം കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ബുർജ് ഖലീഫയുടെ അവിടെ വെച്ചു ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല. മറ്റേ പാട്ടിനനുസരിച്ച് അത് ഭയങ്കര സ്ലോ മോഷൻ ഇതൊക്കെ വരും. വാട്ടർ ലൈറ്റില്ലേ പാട്ടിനനുസരിച്ചാണ് അതിങ്ങനെ സ്ലോ മോഷൻ അത് കാണുമ്പോ തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നല്ല രീതി. എന്നിട്ട് നീ ഇപ്പൊ എന്താണ് അവിടെ കാണിച്ചത്? Day one dead. Me already dead. You dead? No, no. I dead. You dead? I'm full power. Power-ish. ഇത്ര സമയം നമ്മൾ ഇതിന്റെ ബാക്കിലാണ് നിന്നത്. ഇനിയാണ് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് കാണാൻ പോകുന്നത്. നീ വിക്കല് വരുന്നു. വെള്ളം വാങ്ങിച്ചു തരും ആരെങ്കിലും? ഞാൻ എന്താ പറയട്ടാ, ജോഷി ചേട്ടൻ 2 ബോട്ടിൽ വെള്ളം കുടിച്ചാ വിക്കല് മാറുന്നില്ല. ആർക്കെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ പറഞ്ഞു. Due to some Malaysian foods പണി തോന്നുന്നു. ഈ മാളിനകത്തൂടെ കയറിയാലാണ് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. കയറി ഇറങ്ങാം. നമ്മളിപ്പോ ട്വിൻ ടവർ ബിൽഡിങ്ങിനകത്തൂരാണ് ഇറങ്ങി വന്നത്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതിന്റെ രണ്ടിന്റെ സെന്ററിലാണ് ആ മോൾ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ പോയി ഫോട്ടോ എടുക്കാം. ഞാൻ ഇത്രയും വലിയ ബിൽഡിംഗ് ഇന്നേ വരെ കണ്ടിട്ടില്ല. നോക്ക്. ഞങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. വിട്ടാലോ ദുബായിൽ ഒറ്റ മൈൻഡ്. ബുർജ് ഖലീഫ കാണണോ? എനിക്ക് ബുർജ് ഖലീഫ കാണണോ? എനിക്ക് ബുർജ് ഖലീഫ കാണണോ? ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കും. ബുർജ് ഖലീഫ കാണാൻ പോകുന്നു. ഓക്കെ, ഓക്കെ. 10 rupees. ഗൈസ്, അങ്ങനെ നമ്മൾ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗിൽ എത്തി. എനിക്കറിയത്തില്ല. ഞാൻ വെറുതെ മലേഷ്യയില് എല്ലാരും വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. എന്നല്ലേ വെറുതെ ഞങ്ങൾ പടച്ചു വിടാം. എങ്ങനെ ഉഷാറായില്ലേ? ഉഷാറായെന്ന ചത്ത്. ഈ നാളെ രാവിലെ 9 മണിക്ക് പോയിട്ട് രാത്രി 9 മണിക്ക് റൂമിൽ വരണം. നാളെ ഫുള്ളും പവറാക്കാം. നാളെ ഫുള്ള് എത്ര സ്ഥലം 20 സ്ഥലത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. പ്രശ്നമില്ല, ഈ സാധനം ഇട്ടോണ്ടാണ് പ്രശ്നമായത്. എനിക്ക് പ്രശ്നമില്ല, ഇവളുടെ ബാഗ് ആയിരുന്നു എനിക്ക് പ്രശ്നം. അത് ലാപ്ടോപ്പ് ഇരിക്കണം. എങ്ങനെ വീഡിയോ ഇടും? നാളെ നമ്മള് നിറയെ സ്ഥലത്ത് പോകും. നമ്മൾ നാളെ മലേഷ്യയില് മുക്ക് മൂലയില് പോകും. വീഡിയോസ് ഒരു തരം മനുഷ്യ മാത്രം പോയാൽ മതിയാ. എന്നാ വീട്ടിൽ കൊണ്ടുവിടാം. അവിടെ ഫൈനലി ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. ഇന്ത്യൻ എംപയർ. കൊറേ അലഞ്ഞ് തിരിഞ്ഞ് ഞങ്ങൾ സമാധാനം. കൊറേ ഇന്ത്യക്കാരുണ്ട് അകത്ത്. മുകളിൽ നമുക്ക് വേണ്ടി മാത്രം സെറ്റാക്കി തന്നു. വാ അടിച്ച് പൊളിക്കാം ഇന്നിനി. രാവിലെ ഫുഡ് കഴിക്കണം. നല്ലൊരു ഫുഡ് ഇപ്പോഴാണ് കിട്ടിയത്. വീട്ടിൽ കഴിക്കുന്ന ടേസ്റ്റ് ഇപ്പൊ കിട്ടി. വായി നല്ല ടേസ്റ്റ് ഉണ്ട്. റൂമിൽ പോയി കിടന്ന് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങണം. അതൊരു സുഖം തന്നെ. മലേഷ്യ വന്നിട്ട് വേറെ എവിടെയെങ്കിലും വയറ് ചീത്തയാക്കണേക്കാളും നല്ലത്. ആയാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ രാവിലെ ഒന്ന് ചീത്തയായിട്ട് ഉച്ചക്കൊക്കെ ഒന്ന് ചീത്തയായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല വയറ് വീർത്ത് നല്ല ഫുഡ് കഴിച്ചു. അങ്ങനെ ഗൈസ്, ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ റൂമിൽ ഒരു സമാധാനം. ബെഡ് കണ്ടപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാണെന്ന് പറഞ്ഞൂടാ, ഭയങ്കര ക്ഷീണം. നാളെ കാണാം. ബൈ ബൈ.